ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ അമ്മയുടെ ഒരു കൃഷിത്തോട്ടം കണ്ടാലോ? അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് നീങ്ങിയിട്ടൊരു നല്ല പാടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ നെല്ലിൻ്റെ കൊയ്ത്തുമെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുവിധം വീട്ടിലിപ്പോൾ പച്ചക്കറിത്തോട്ടമുള്ളവരാണല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ വിഷാംശമൊന്നും ഇല്ലാത്ത പച്ചക്കറികളും കഴിക്കാം. അപ്പോൾ അമ്മ ഇവിടെ ചീര, വഴുതനങ്ങ, തക്കാളി, കുമ്പളം അങ്ങനത്തെ ചെറിയ ഒരു പച്ചക്കറിത്തോട്ടമാണ് കേട്ടോ. വലിയ വലിയ കൃഷിയൊന്നുമല്ല, ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം. ഞങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം പച്ചക്കറികൾ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ അമ്മയും അവിടെ വീട്ടിൽ ഒരു കൃഷി ചെയ്യുന്ന ആളാണ് കേട്ടോ. അതുപോലെ ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട്. പൂവൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അത് കായൊക്കെ ആയിട്ട് കിട്ടണം. അപ്പോൾ അമ്മ വരണ വഴിക്ക് കുറച്ച് പശുവിൻ്റെ ചാണകം ഉണക്കിയതും അങ്ങനത്തെ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ വെണ്ടയ്ക്ക കണ്ടില്ലേ, വെണ്ടയ്ക്ക പുഴു കുത്തിയിട്ടും പ്രാണി കുത്തിയിട്ടൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധമൊക്കെ കിട്ടും, ഒരു വിധമൊക്കെ പോകും. പിന്നെ നോക്കി നല്ല അടിപൊളി പച്ചമുളകൊക്കെ 2 എണ്ണം ഇട്ടത് നല്ല എരിവ് കേട്ടോ എല്ലാത്തിലും. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കണ പച്ചമുളക് നല്ല പച്ചമുളകാണ്. പിന്നെ ഇത് കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ടാവാനായിട്ടുണ്ട്. പിന്നെ ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ പ്രാണികളും പുഴുക്കളും ഉള്ള കാരണം കുറച്ചൊക്കെ നശിച്ച് പോവുകയാണ് കേട്ടോ. കുറച്ചൊക്കെ കിട്ടും. ഒരു അമ്മ അവിടെ നിന്ന് കുമ്പളങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് മുറിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് പലതരം കളറുള്ള വഴുതനങ്ങ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ട മഞ്ഞ വഴുതനങ്ങയും അതുപോലെ തന്നെ വയലറ്റ്, പിന്നെ പച്ച വഴുതനങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കൂടുതലും പച്ചമുളക്. അപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും എന്താ ഇതിൻ്റെ ഇടയിലൊരു പൂക്കൾ എന്നൊക്കെ. അപ്പോൾ ഇത് മാങ്ങാനാറിയാണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ പൂക്കൾ അവിടെ വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പ്രാണികളുടെ ഒക്കെ ശല്യം കുറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞി തക്കാളികളൊക്കെ അതൊന്ന് പാകമായി വരണുള്ളൂ. പിന്നെ ചെറിയ ചെറിയ തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതലും പച്ച വഴുതനങ്ങയാണ് കണ്ട, നല്ല അടിപൊളി. ഈ ഒരു പാകത്തിൽ തന്നെയാണ് കേട്ടോ കൂടുതലും പൊട്ടിച്ചെടുക്കാറ്. കാരണം ഒരു വിധത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതുമ്മേ പുഴുക്കളും പ്രാണികളൊക്കെ വന്നു കഴിഞ്ഞ് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുവിധം ആ ഒരു പാകം ആവുമ്പോൾ തന്നെ അതെല്ലാം വിളവെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഇന്നലെ മഴ പെയ്ത കാരണം നനച്ചു കൊടുക്കണില്ല കേട്ടോ. മറ്റേത് എല്ലാ ദിവസവും അമ്മ വന്ന് നനച്ചു കൊടുക്കാറുണ്ട്. ഇന്നലെ നല്ല മഴ പെയ്ത കാരണം ഇന്ന് നനയ്ക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കണ്ട ഒരു വിധമൊക്കെ വഴുതനങ്ങ, നല്ല വഴുതനങ്ങ കേട്ടോ. ഞങ്ങൾ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാനും പിന്നെ വറക്കുകയാണ് ചെയ്യാറ് വഴുതനങ്ങ. അതിനൊക്കെ ഈ വഴുതനങ്ങയാണ് എടുക്കാറ് കേട്ടോ. നോക്കിയേ, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു വഴുതനങ്ങ, മഞ്ഞ വഴുതനങ്ങ കേട്ടോ. പലതരം കളറിലുള്ള വഴുതനങ്ങയാണ്. അതാണ് ഇതിൽ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. പലതരം കളറിലുള്ള വഴുതനങ്ങകളുണ്ട് കണ്ടോ. വയലറ്റ് ഉണ്ട്, പച്ച ഉണ്ട്, മഞ്ഞ ഉണ്ട് കേട്ടോ. അടിപൊളി. പിന്നെ ഇത് കുമ്പളങ്ങ കേട്ടോ. ഈ കുമ്പളങ്ങ ഒരു തുണി കൊണ്ട് മൂടിയിടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും വന്ന് നശിപ്പിക്കുകയാണ്. നമുക്കതൊന്ന് പാകമായി വരുമ്പോൾ ഒന്ന് വലുതായി കിട്ടുമ്പോൾ പിന്നെ ഓരോന്നും നശിപ്പിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഈ തുണി കൊണ്ട് മൂടിടുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അധികം കണ്ട് നാശമായി പോകാറില്ല, എന്നാലും പകുതി മുക്കാലും പോകും. അപ്പോൾ അമ്മ അതാ ചീര, ചുവപ്പ് ചീര അവിടെ നിന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തൊട്ടപ്പുറത്ത് കുറച്ച് കയറ്റത്തിലായിട്ട് ചീരയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. താഴെ മറ്റ് വെള്ളരിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ചീര. അപ്പോൾ അമ്മ ചീര പൊട്ടിക്കുക കേട്ടോ. കറി വെക്കാനും ഉപ്പേരി വെക്കാനും നല്ലതല്ലേ ചീര. ചീരയുണ്ട്, ചുവപ്പ് ചീരയുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഇലയാണ്. ചീരയ്ക്കൊന്നും അധികം പ്രാണികളും ഇതൊന്നും വന്ന് നശിപ്പിച്ചിട്ടില്ല കേട്ടോ. വല്ലാണ്ട് നശിപ്പിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഒരു വിധ ഇലകളൊക്കെ പുഴു കുത്തിയിട്ടുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല. നല്ല സൂപ്പർ ചീര, നാടൻ ചീര കേട്ടോ. അപ്പോൾ നമ്മൾ ചീരയൊക്കെ ഒരുവിധം വെക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ചീര. സമാധാനമായിട്ട് കഴിക്കാമല്ലേ വീട്ടിൽ വെച്ചുണ്ടാക്കണോണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.